ഗായ്സ്, വെൽക്കം ബാക്ക് ടു ട്രാവൽ ആൻഡ് ആർട്സ്. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ദാരിസിൻ്റെ അടുത്തുള്ള അതായത് സലാലയിൽ ദാരിസിലെ ഒരു സ്വിമ്മിംഗ് പൂൾ അടുത്തേക്കാണ് കേട്ടോ. എന്താ പരിപാടി എന്നല്ലേ, നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ, അതായത് ജയ ചേച്ചി ഇവിടുന്ന് പോയി ആൾ കാനഡയിലേക്ക് പോവാണ്. അപ്പോൾ ആളെ സ്വീകരിക്കാനും ആൾക്കൊരു സെൻഡ് ഓഫ് പാർട്ടി പോലെ നടത്താനാണ് ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ ഡെക്കറേഷനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഭാഗത്ത്. അതിൻ്റെ ഇടയിൽ നമുക്ക് ചായയും കടിയൊക്കെ അവിടെ വേറെ ചേട്ടന്മാരും ചേച്ചിമാരും കൂടിയിട്ട് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. അങ്ങനെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞ് ആൾ വരാൻ വേണ്ടിയിട്ട് കാത്തിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും വരിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആൾക്കൊരു സർപ്രൈസാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്താ ഉണ്ടായെന്നൊന്ന് നോക്കിയോളൂ കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഇൻട്രോ പറയുന്ന ഒരാളെത്തിയിട്ടുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ ഒരു സർപ്രൈസ്. വെൽക്കം ബാക്ക്. Subscribe. Let's get this video to 500,000 likes. Let's go. ഒന്ന് വെയിറ്റ് ചെയ്യണേ. നിങ്ങളെന്നെ ആശുപത്രി കൊണ്ടുപോകേണ്ടി ചേച്ചി ഇതേപോലെ കാനഡയില് കണ്ടിട്ട് പേടിയായി. പെട്ടെന്ന് ജയിച്ചേച്ചി കുറച്ച് വെള്ളം കൊടുക്ക്. ഒരു വെള്ളം എടുത്തോ. പിന്നില് ചേച്ചിയുടെ ഫോട്ടോ കണ്ടില്ലേ? സ്വാഗതം ചെയ്ത് ഒന്ന് എല്ലാരും നോട്ടം ഇട്ടിട്ടുണ്ട്. എന്താണ് എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. പ്രോഗ്രാംസിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിന്ന് നമുക്കൊരു പ്രാർത്ഥനയോടുകൂടെ സ്റ്റാർട്ട് ചെയ്യാം. പ്രാർത്ഥന ഗാനം പാടാനായിട്ട് ഞാൻ ഒരാളെ ക്ഷണിക്കാം. ഒരു സ്പെഷ്യൽ പേഴ്സണാ. എല്ലാവരും ഒന്ന് ഡീപ് ബ്രെത്ത് എടുത്ത് വെയിറ്റ് ചെയ്യാം ഫോർ ദ പ്രേയർ. യേശുവേ എൻ്റെ സ്നേഹമേ, സൗഖ്യദായക സ്നേഹമേ, എൻ്റെ ആത്മാവിൻ ജീവൻ
ചൈതന്യ ധാരതൂരും സ്നേഹജീവനും മണ്ണിൽ നീ തന്ന ജന്മവും എന്നിൽ നീ തന്ന ജീവനും രക്തത്താൽ തന്ന രക്ഷയും എല്ലാം നിൻ സ്നേഹമല്ലയോ യേശുവേ എൻ്റെ സ്നേഹമേ സൗഖ്യദായക സ്നേഹമേ കയ്യടി ഇല്ലാത്തോണ്ട് കൈകൊട്ടുന്നില്ല. നമുക്ക് പോയിരിക്കാം അവിടെ. ജസ്റ്റ് ഈ സൈഡിലേക്ക് ഒന്ന് വന്നാൽ നന്നായിരിക്കും. ഒരു 2 ഹാഫ് സർക്കിൾ ആയിട്ട് ഇവിടെയും ഇവിടെയും ആയിട്ട് ഇരുന്നാൽ നമുക്ക് കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് ഇരിക്കാം. അതുകൊണ്ടാണ് ഹലോ പറയും. നമുക്കറിയാം നമ്മൾ എന്തിനാണ് വന്നിരിക്കുന്നത്. ഞാൻ കൂടുതൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല. നമ്മുടെ ജയചേച്ചിയുടെ ഒരു സന്തോഷത്തിന്, നമ്മുടെ എല്ലാവരുടെയും സന്തോഷത്തിനായിട്ട് നമ്മൾ ഒന്നിച്ചു കൂടിയിരിക്കാം. പോയപ്പോൾ ശരിയായിരിക്കട്ടെ. നമ്മളൊരു ഫോർമൽ മീറ്റിംഗ് ഒന്നുമില്ല കേട്ടോ. വലിയ കാര്യമായുള്ള ആശംസയൊന്നുമില്ല. ജസ്റ്റ് എല്ലാവർക്കും എന്താ പറയുക, നമുക്കറിയാം പ്രത്യേകിച്ച് ഒരു ആശംസ എടുത്തു പറയുന്ന വ്യക്തിയാണ് ജയചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഓൾ ഇൻ ഓൾ ആണ് എല്ലാത്തിനും. അപ്പം ഇന്ന് തന്നെയാണെങ്കിലും എന്നെ കുറേ പ്രാവശ്യം വിളിച്ച് എന്നെ ഒന്ന് കൊണ്ടുപോകും, നേരത്തെ ഒന്ന് കൊണ്ടുപോകുമെന്ന് ചോദിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ ഞങ്ങളിങ്ങനെ അത് ഒരു സർപ്രൈസ് ആയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. എന്തായാലും ഞങ്ങളുടെ ക്ഷണമൊക്കെ സ്വീകരിച്ച് ഇത്രയും നേരം ക്ഷമയോടെ കാത്തിരുന്ന ഞങ്ങളുടെ ജയചേച്ചിയെ ഒത്തിരി സ്നേഹത്തോടുകൂടി നിങ്ങളെല്ലാവരുടെയും നാമത്തിൽ ആദ്യമേ തന്നെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ കയ്യടി പകരാൻ തോന്നുന്നു. കുറച്ചുകൂടെ നമ്മുടെ ജയചേച്ചിക്കുള്ള കയ്യടിയാണേ. തന്നെ ഒന്ന് കൈകൊട്ടോ. എനിക്ക് തോന്നുന്നു ജയ വന്ന ആ സമയം തൊട്ട് പരിചയപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാനല്ലേ. ഞങ്ങൾ തമ്മിൽ പലപ്പോഴും വഴക്കുണ്ടാക്കിയിട്ടുണ്ട്, അടി വെച്ചിട്ടുണ്ട്. മിക്കവാറും ദിവസങ്ങളിൽ ഞങ്ങൾ അടി വെക്കാതെ വീട്ടിൽ ചെല്ലത്തില്ല. കാരണം പള്ളിയിൽ നിന്നും ഞങ്ങൾക്ക് 4-5 കിലോമീറ്ററേ ഉള്ളൂ പള്ളിയിൽ നിന്ന് വീട് വരെ. അതിനോടായ ഒരു കൂടുതൽ ആവശ്യമെങ്കിലും ജനയും ജനക്കും അടി വെക്കാതെ ഇറങ്ങിയിട്ടില്ല എന്നോട് എനിക്ക് തോന്നുന്നത്. ഈ സംഭവം എന്ന് പറയുന്നത് ഞാൻ പറയായിരുന്നു, ഞാൻ ഇത്രയും വർഷമായിട്ട് ഇവിടെ വന്നിട്ട് എനിക്ക് പേഴ്സണലായിട്ട് ആരെയും തന്നെ അറിയില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ പള്ളിയിൽ വരുന്ന കുറച്ച് ആൾക്കാരെയും ജോലി സംബന്ധമായിട്ട് കുറച്ച് ആൾക്കാരെ അറിയാമെന്നല്ലാതെ മറ്റുള്ളവരുടെ പേര് ചോദിച്ചാൽ ഞാൻ പെട്ടു പോകത്തുള്ളൂ. ആൾക്കാരെയൊക്കെ എനിക്കറിയാം, പേര് കൊണ്ട് എനിക്ക് ഓർമ്മയിൽ നിൽക്കുന്നുമില്ല, അറിയാനും സാധിക്കില്ല കുറച്ച് നമ്മൾ അടുത്ത ആൾക്കാരല്ലാതെ. എന്നാൽ ജയെ സംബന്ധിച്ചതല്ല, ജയ ഒരു പ്രാവശ്യം ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ ഫുൾ ഹിസ്റ്ററി ജയയുടെ കയ്യിൽ നിന്ന് നമുക്ക് ആ വ്യക്തി ഒരുമിച്ച് കിട്ടും. അത് വലിയൊരു അനുഗ്രഹമാണ്. പ്രത്യേകം അതിന് നന്ദി പറയുന്നത്. കൂടാതെ അങ്ങനെ എല്ലാവരും ജയചേച്ചിനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ജയചേച്ചി നേഴ്സാണ്. അപ്പോൾ നേഴ്സുമാരും വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവരുടെ ഭർത്താക്കന്മാരും അതുപോലെ പല ജോലികളും ചെയ്യുന്ന ആൾക്കാരും പള്ളി സംബന്ധമായിട്ടുള്ള എല്ലാ ആൾക്കാരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പള്ളിയിലുള്ള എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഹാളിനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കുകയൊക്കെ ചെയ്യായിരുന്നു. അതിനുശേഷം കുട്ടികളുടെയും വലിയവരുടെയും കലാപരിപാടികളും പാട്ടും ഡാൻസും എല്ലാമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞൊരു സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫുഡ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബാക്കി വീഡിയോയിലേക്ക് കടന്നാലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ സമയത്ത് വർഷങ്ങളൊക്കെ അപ്പോൾ അന്ന് നേഴ്സസ് മിനിസ്ട്രി തുടങ്ങിയപ്പം അന്നേരം പതുക്കെ കുറച്ച് ആക്റ്റീവൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ജയനെ പറ്റിയിട്ട് അറിയുന്നത്. മീൻസ് എനിക്കൊരു ഇതിൽ പറയുവാണെന്നുണ്ടെങ്കിൽ എന്ത് ആവശ്യത്തിന് ഞാൻ ഇങ്ങനെ മനസ്സിൽ എന്താ പറയാ ആഗ്രഹിക്കുന്നതിന് മുമ്പ് തന്നെ ജയ എന്നെ വിളിച്ചിരിക്കും. അതാണ് ഏറ്റവും എന്തെങ്കിലും ഒരു തടസ്സം എന്റെ മനസ്സിൽ
എന്തിനെ കുറിച്ചെങ്കിലും ഒന്ന് ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നതിനിപ്പുറം തന്നെ ജയ അവിടെ അതിനുള്ള ഒരു ഉത്തരവായിട്ട് ജയ എൻ്റെ അടുത്ത് ഉണ്ടായിരിക്കും. അങ്ങനെ ക്വിസ് കോമ്പറ്റീഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ക്വിസൊക്കെ ചോദിച്ചതിൽ ജയിച്ചേച്ചിയുടെ ഫുഡിനെ കുറിച്ചാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ ചോറും മീൻകറിയാണ് പറഞ്ഞത്. അത് കറക്റ്റ് ആൻസർ ആയിരുന്നു. ക്വിസ് കോമ്പറ്റീഷനും അതിൻ്റെ ഇടയിൽ നടന്നു കേട്ടോ. ജയചേച്ചി ജനിച്ച നാട് ജില്ല അല്ല, കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് പറഞ്ഞാൽ നന്നായിരിക്കും. വൈക്കം. കറക്റ്റ് ആൻസർ ആണ്. നമ്മുടെ റോസിനിക്ക് പ്രൈസ് കൊടുക്കാൻ നമ്മുടെ സുധാമയെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. പ്ലീസ് ഇതൊരു കൈകൊണ്ടോ എല്ലാ പരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ ചേച്ചി എന്ന് വിളിച്ചാൽ ചേച്ചി ഞങ്ങളുടെ അടുത്തേക്ക് എത്തുന്ന പോലെയാണ് എല്ലാ കാര്യവും. ഇപ്പോൾ ഒത്തിരി പറയാനായിട്ട് സാധിക്കില്ല. ഭഗവാനും നിർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും പറഞ്ഞു, എനിക്ക് പറയാനൊന്നുമില്ല. ജയാംബികെ മനരാരിൽ നീ പ്രകാശേതന്റെ ഹൃദയ അൾത്താരയിൽ വാടാത്ത പൊൻപൂമിയോ. ജയേട്ടന്റെ ഹൃദയത്തിൽ മാത്രമല്ല ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ വാടാത്തപ്പോഴായിട്ട് ചേച്ചി എന്നും ഉണ്ടാവും. കൽക്കട്ടയിലെ മദർ തെരേസ പോലെ പാവങ്ങളുടെ അമ്മ പോലെ സവാലയിലെ പാവങ്ങളുടെ അമ്മയാണെന്ന് തോന്നുന്നു. ഇങ്ങനെ പല പേരുകള് നമ്മളെ പല ആൾക്കാരുടെ ജീവിതമായിട്ട് കാണുമ്പോൾ ഇങ്ങനെ മനസ്സിലേക്ക് വരികയായിരുന്നു. നമുക്ക് ഈ സ്വർഗത്തിൽ പാടാട്ട് എന്താ ക്വാളിഫിക്കേഷൻ അറിയാമോ? എന്ത് ക്വാളിഫിക്കേഷൻ സ്വർഗത്തിൽ പാടാട്ട്? എനിക്ക് തന്നു, എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിക്കാൻ തോന്നി. ഞാൻ ജയിലിലായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടു. ഞാൻ നട്ടനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. അങ്ങനെ പറഞ്ഞ് ഈ ക്വാളിഫിക്കേഷൻസ് എല്ലാം ഉള്ളൊരു അമ്മയാണ് അല്ലെങ്കിൽ ചേച്ചിയാണ് നമ്മുടെ ചേച്ചി കാണിച്ചത്.
ചിഹ്നങ്ങൾക്ക് റോമ 8:33 ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് എതിര് നൽകും? ജയിച്ചേച്ച് എപ്പോഴും ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ 2 മണി 2:30 നേരത്തെ വന്നു കഴിഞ്ഞാൽ വള്ളംകൈയായിരുന്നു ഞാനൊക്കെ പറയാറുണ്ട് ആൾക്കാര്. എന്താണെന്ന് എനിക്കറിയില്ല, എന്ത് കാര്യത്തിനും എനിക്കറിയില്ല. ഈ യൂത്തന്മാർക്കൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു ചേച്ചി. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എന്ത് കാര്യത്തിന് വിളിച്ചാലും ചേച്ചിയോട് എന്തെങ്കിലും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഭയങ്കര എളുപ്പമാണ്. 24th മാർച്ച് 24th റൈറ്റ് ആൻസർ. യെസ്, ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി നമ്മുടെ ജസ്റ്റിനെ തന്നെ ക്ഷണിച്ചുകൊള്ളുന്നു. ജോണ്ടല്ല കേട്ടോ, അങ്ങനെയല്ല വിളിച്ചത്. നമുക്കൊന്ന് കൈയടിക്കാം. താങ്ക് യു. അപ്പൊ എല്ലാരും ഓർത്തേക്കണേ, March 24th. അങ്ങനെ ഫസ്റ്റ് തന്നെ ഞങ്ങളുടെ കപ്പിൾ സോങ് ആയിരുന്നു വന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എല്ലാവരും അഭിപ്രായം പറയണേ.
ഇങ്ങനെ മനസ്സ് നിറയെ നിറയെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ ചേച്ചിയുടെ മറുപടി പ്രസംഗം കേൾക്കാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അച്ഛനും കൂടെ വന്നിട്ട് ഇതിൻ്റെയൊക്കെ കൂടെ ഒരു സമ്മതി കേൾക്കാം, ചേച്ചിയുടെ അടുത്തുനിന്ന് കേൾക്കാമെന്ന് ഓർത്ത് ഞങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു. ഞാനിവിടെ വന്നപ്പോ ഒരു പാട്ടിന്റെ ഈരോടിലാണ് ഞാൻ കേട്ടത്. ഞാൻ ജേക്കബേറ്റിനോട് പറയുകയായിരുന്നു പാട്ടൊക്കെ ഉണ്ടല്ലോ. ഞാൻ വിചാരിച്ചത് ഇവിടെ എല്ലാവരും കണ്ണുനീരണിഞ്ഞ മുഖത്തോടെ ഉണ്ടായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ എല്ലാവരും സന്തോഷത്തിലാണ് പാട്ടൊക്കെ പാടിയാണ് നിൽക്കുന്നത്. അതിന്റെ കാരണം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഇന്ന് കാലത്ത് എനിക്ക് കനേഡിയൻ സ്റ്റൈലിൽ കനേഡിയൻ ഇംഗ്ലീഷിൽ ഒരു ലെറ്റർ കിട്ടിയായിരുന്നു. ഹൈഫാദും എന്നൊക്കെ പറഞ്ഞായിരുന്നു ലെറ്റർ. അപ്പൊ അതിന് ഞാൻ എനിക്കറിയാവുന്ന ഇന്ത്യൻ ഇംഗ്ലീഷിലൊരു മറുപടി അയച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ചുരുക്കമാണ് ഞാൻ പോകുന്നതിന്റെ പേര് ആവശ്യമുള്ള അനുഗ്രഹങ്ങൾ നൽകുക എന്നായിരുന്നു. ഞാൻ പറഞ്ഞു ഇവിടെ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു. ആ മറ്റൊരു സ്ഥലം എന്നത് എല്ലാവരും ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇപ്പം നാട്ടിലായിരിക്കുമ്പോൾ ദുബായിക്ക് പോകണമെന്ന്, ദുബായിലായിരിക്കുമ്പോൾ അവിടുന്ന് പോകണമെന്നും അത് എല്ലാവരുടെയും പ്രതീക്ഷകളാണ്. അപ്പൊ അതുപോലെ പ്രതീക്ഷിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ എല്ലാവരും ജീവിതവും സന്തോഷവും അവിടെ കനേഡിയൻ ഇംഗ്ലീഷൊക്കെ അടിച്ച് തകർത്ത് ഞങ്ങളെയൊക്കെ ഓർക്കുക, വെള്ളത്തിനൊക്കെ പ്രാർത്ഥിക്കുക. ഞങ്ങൾ തീർച്ചയായും ഓർത്ത് പ്രാർത്ഥിക്കും. ഞാൻ കൂടുതൽ നീങ്ങുന്നില്ല. ഇടവകയ്ക്കും മലയാളി സമൂഹത്തിനും ചെയ്തു തന്ന എല്ലാ ഉപകാരങ്ങൾക്കും സേവനങ്ങൾക്കും എല്ലാവിധ വിജയങ്ങളും ആശംസകളും നേരുന്നു. വണ്ടർഫുൾ ലൈഫ് ആൻഡ് ഹാപ്പിനെസ് ആൻഡ് പീസ്. ഗോഡ് ബ്ലെസ് യു. എല്ലാവരുടെയും ഒരു സ്നേഹ ഉപകാരം കൊടുക്കേണ്ടതായിരിക്കും. എല്ലാവരും കൈയടിച്ചുകൊണ്ട് ചോദിച്ചു ഞങ്ങളെല്ലാവരും ഒരു സ്നേഹ സമ്മാനം. അടുത്തതായിട്ട് നമ്മുടെ മലയാളം പ്രയത്നത്തിലൂടെ നമുക്കും ജേക്കബ് അച്ഛൻ ഇപ്പോൾ അച്ഛനെ കൊടുക്കുന്നു, അച്ഛൻ കൊടുക്കുന്നതായിരിക്കും. St. Francis Xavier Catholic Church, Salalah, South Lake of Oman, Malayalam Prayer Fellowship, Salalah, South Lake of Oman, appreciation, a plate of appreciation. Countless hours of labor done this ministry and your faithful and dedicated service to God. You both were a blessing to our prayer fellowship, and we all love you and your family. His master replied, "Well done, good and faithful servant." This is a quotation. "You have been faithful with a few things. I will put you in charge of many things. Come and share your master's happiness." Matthew 25. So I'm glad to hand over this plaque and God's blessings and a bye-bye. ടെൻഷൻ വന്നാലും സന്തോഷം വന്നാലും പെട്ടെന്ന് ടെസ്റ്റ് ടൈറ്റാവും. ഇത്തിരി കോവിഡ് വന്ന പിന്നെ കപ്പാസിറ്റി കുറവുണ്ട്. സാധാരണ വന്നാൽ ഒരു പ്രാവശ്യം എടുക്കാനേ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഞാൻ 3 പ്രാവശ്യം എടുത്തു. അമ്മയ്ക്ക് അതിനകത്ത് ടെൻഷൻ ചോദിച്ചു. എന്താണ് മോളിച്ചേച്ചി ഇന്നലെ പോയപ്പോൾ ചേച്ചിയുടെ കൂടെ അങ്ങ് പോയാൽ മതിയായിരുന്നു.
ഭയങ്കര വിഷമം. പിന്നെ വന്ന് പള്ളിയിലോട്ടൊക്കെ ആയിക്കഴിയുമ്പോൾ പിന്നെ അത് കുറയും. അപ്പൊ 2 ആഴ്ച ഞാൻ ഈശോയോട് പറയും, ഞങ്ങൾ എവിടെയെങ്കിലും ഒന്ന് കൂട്ടി ഒളിപ്പിക്കുന്ന ഈശോയെ, ഒന്നിപ്പിക്കുന്ന ഈശോയെ എന്ന് പറയും. പക്ഷെ എവിടെ ഞാൻ പറഞ്ഞില്ല. ഇത്രയും വലിയ സ്ഥലത്ത് അവർക്ക് ഉണ്ടാക്കുമെന്ന് ഞാൻ ഓർത്തില്ല. ഈശോയോട് കൂട്ടി ഒളിപ്പിക്കുന്ന ഈശോയെ എന്നാ പറയാറുള്ളൂ. അത് 2 ആഴ്ച പറയുള്ളൂ. അത് കഴിയുമ്പോൾ പിന്നെ ഞാൻ പള്ളിയിലെ കാര്യങ്ങളിൽ ഇൻവോൾവ് ആയി, നിങ്ങളെയൊക്കെ കൂട്ടായി, പിന്നെ ഞാൻ തന്നെ മറക്കും. ഞാൻ ഈ പേപ്പർ ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഓടാന് അത് എത്ര പാടാണേലും അത് എത്ര ഹാർഡിലാണേലും ഞാനത് എവിടം വരെ അങ്ങേറ്റം വരെ ഞാൻ പോകും. അത് ഞാൻ ആരെ വേണേലും തപ്പിപ്പിടിക്കും. എനിക്കറിയില്ല, അതെന്റെ ചിലപ്പം എൻ്റെ മാതാപിതാക്കൾ എനിക്ക് പകർന്നു തന്ന. പ്രത്യേകമായിട്ട് ഞാനിപ്പോൾ എൻ്റെ അമ്മച്ചീനെ ഓർക്കുകയാണ്. എൻ്റെ അമ്മ ഇങ്ങനെ ഒരു വ്യക്തിയാണ്. മരിച്ചുപോയ അമ്മച്ചിയെ ഓർക്കുകയാണ്. അപ്പോൾ I
ോ
ഇവിടെ നോക്കിയേ ആരോടെ